എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഇന്ന് വിഷുവായിട്ട് രാവിലെ സേതു ചേച്ചി അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. പോകാനിറങ്ങിയപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ ആങ്കിള് വിഷു കൈനീട്ടവുമായിട്ട് വന്നത്. വിഷു കൈനീട്ടമൊക്കെ വാങ്ങിയതിന് ശേഷം സേതു ചേച്ചി പോവുകയാണ്. ചേച്ചിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ആലൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ആരോമലും അമ്പാടിയും ശ്രേയയും ഞാനും ശാലിനിയും ഏട്ടനും ഒക്കെ ഉണ്ട്. അമ്പാടിയും ആരോമലും അപ്പൂപ്പൻ്റെ സൈക്കിൾ എടുത്തിട്ടാണ് വരുന്നത്. നടന്നു വരാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഏട്ടൻ ആരോമലിൻ്റെ സൈക്കിളും കൊണ്ടാണ് വന്നത്. ഞങ്ങൾ നടന്നും പോയി. ശ്രേയയുടെ സീറ്റ് ആർക്കും ഇട്ടുകൊടുത്തില്ല. ശ്രേയ ആ സീറ്റ് സ്വന്തമാക്കി ചേച്ചിയുടെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് എല്ലാവർക്കും ടാറ്റയൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ചേച്ചിയുടെ പഴയ സുഹൃത്തുക്കളെയും അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാനുമൊക്കെ ചേച്ചിക്ക് കഴിഞ്ഞു. അത് വളരെയേറെ സന്തോഷമായി. നല്ല വെയിലാണ് കേട്ടോ. ഏകദേശം ഒരു 10 മണിയായപ്പോഴാണ് നമ്മൾ അമ്പലത്തിലെത്തിയത്. ഞങ്ങൾ 2-3 ക്ഷേത്രത്തിൽ പോയതിന് ശേഷമാണ് ആലൻകുളങ്ങരയിലേക്ക് വന്നത്. കാരണം ചേച്ചി റെഡിയായി നടന്നു പോകാനുള്ള ദൂരം ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ അവിടെ പോകാമെന്ന് കരുതിയത്. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ണനെയും അതുപോലെ വിഷുക്കണിയൊക്കെ കണ്ട് ചേച്ചി നല്ലതുപോലെ സന്തോഷത്തോടു കൂടിയാണ് മടങ്ങിയത്. തിരികെ വരുന്ന വഴി അമ്പാടിയുടെ വക എല്ലാവർക്കും ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളവും വാങ്ങിച്ചു തന്നു. കാരണം നല്ല വെയിലത്താണല്ലോ ഞങ്ങൾ പോയത്. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അമ്പലത്തിലെ തിരുമേനിയും ഓരോരുത്തർക്കും കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ വിഷു നമുക്കെല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടേതുമാകട്ടെ. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.